ഇപ്പം ഈ ഒരു ഓർഡർ തന്നിട്ടുള്ളത് എൻ്റെ ഒരു പഴയ കസ്റ്റമറാണ്. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമർ എനിക്ക് വളരെ സ്പെഷ്യൽ. റീസൺ എന്തെന്ന് വെച്ചാൽ ഒരു 5 ഇയേഴ്സ് മുമ്പാണ് ഞാൻ കേക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ എനിക്ക് ഓർഡേഴ്സൊക്കെ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഈ ഒരു കസ്റ്റമർ. ഇപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയോ അറിഞ്ഞിട്ട് എൻ്റെ നമ്പർ തപ്പി പിടിച്ച് ആളെന്നെ കോൺടാക്ട് ചെയ്തു. കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് വൈറ്റ് ഫോറസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം എൻ്റെ ഇഷ്ടത്തിനായിരുന്നു വിട്ടു തന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമുക്ക് വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഇന്നലെ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഞാൻ ആ ഗിഫ്റ്റ് ബോക്സ് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കസ്റ്റമർ ഈ ഗിഫ്റ്റ് സർപ്രൈസ് ആണെന്നും ഇതിപ്പോഴേ പോസ്റ്റ് ചെയ്യില്ലെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓർഡേഴ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. ആൻഡ് ആ ഒരു ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കസ്റ്റമർ വന്നിട്ട് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ഇത് സർപ്രൈസ് ആയിരുന്നു, ഗിഫ്റ്റ് കിട്ടിയിട്ട് പോസ്റ്റ് ചെയ്യാമായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സൈഡിലെ മിസ്റ്റേക്ക് പറഞ്ഞ ആൾക്ക് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് ഇൻസിഡന്റ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ കസ്റ്റമറിൻ്റെ നിന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവ് കേൾക്കേണ്ടി വന്നത്. നെക്സ്റ്റ് ഡേ വന്നിട്ട് ഈ ഒരു കസ്റ്റമറിന്റെ ഫ്രണ്ട് വന്ന് എൻ്റെ പോസ്റ്റ് അയച്ചു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തിയത് പോലെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം എനിക്ക് വളരെ ഹേർട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു വാക്കായതുകൊണ്ട് തന്നെയും അവിടുന്ന് ഈ ഒരു നെഗറ്റീവ് കേട്ടപ്പോൾ എനിക്ക് നല്ലപോലെ ഫീൽ ആയിട്ടുണ്ട്. പിന്നെ പോട്ടല്ലേ, ചില പെയിൻസ് ആണ് നമ്മുടെ സ്ട്രോങ് ആക്കുന്നതെന്ന് പറയാറില്ല. ലൈഫിൽ നമുക്ക് ഒരുപാട് മോശം സിറ്റുവേഷൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ലൈഫ് ഫുൾ ഓഫ് ഡാർക്ക് സീൻസുകൾ ഉണ്ടാവാം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം.